ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ കാലത്തെ തന്നെ ഇവിടെ ഈ സാധനം പോയി ഇപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിലെടുത്തിട്ട് ഇതിലെടുക്കേണ്ടി വരും. സാധനം മുളച്ചൊടിച്ച് കളഞ്ഞാണ്ട. ആ വളച്ചിട്ട് അതിൻ്റെ സാധനം ഏതോ ട്രെയിലർ വെച്ച് തിരിച്ചാണത്. അപ്പം അങ്ങനത്തെ പാടുകളൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കും പണിയാവും. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഫ്രാൻസിൽ ഇപ്പോൾ സമയം 8:20 തുളൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളപ്പോൾ ഇവിടുത്തെ ലോഡിങ് കഴിഞ്ഞു. അപ്പോൾ ഇതെന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഒരു പോർട്ടിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ഇവിടെ ഇറക്കാൻ വന്നതാണ്. ഇത് വുഡിൻ്റെ ഹോൾസെയിലിൻ്റെ ഷോറൂമാണ്. അപ്പോൾ എന്തിട്ടാന്ന് വെച്ചാൽ കണ്ടെയ്നറിൽ വന്നതാണ് ചൈനയിൽ നിന്ന്. അപ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വന്ന വുഡുകൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറ്റുമ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് നേരെ നമ്മുടെ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും. ഇന്നമാതിരി സംഭവങ്ങളുണ്ട്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വണ്ടി കയറ്റി സംഭവം തന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് അയക്കും. അപ്പോൾ പുള്ളിക്കാരൻ അയച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു അതിൽ സാമറ എഴുതിക്കോ, അത് ഞാൻ ലോഡ് തന്നവർക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ കയറ്റി കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാത്തിനും കംപ്ലൈൻറ്റാണ്. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ പാർട്ട് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു അത് പറഞ്ഞാൽ പൊളിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഇത് മാത്രമല്ല, കാരണം ഫ്രഞ്ചാണ് സംസാരിക്കുന്ന പുള്ളി. ഞാൻ പറഞ്ഞു നോ 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 എല്ലാം പൊളിഞ്ഞിട്ട് ഇരിക്കണേന്ന്. അപ്പോൾ പുള്ളിക്കാരനെ ഇങ്ങനെ നോക്കണം. കാരണം എവിടെ പോയിരുന്നാലും ഞങ്ങൾ സ്പെയിൻകാരും അതെ നമ്മൾ മലയാളികളെ പോലെ ഞങ്ങൾ സ്പാനിഷ് പഠിപ്പിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മൊമെന്റ് പ്ലീസ്. ഈ മൊമെന്റ് പ്ലീസും എല്ലായിടത്തും ഉള്ളതാണ്. ഞങ്ങൾ സ്പാനിഷ് സാധാരണ മൊമെന്റോ എന്നൊക്കെ പറയാം. പക്ഷെ മൊമെന്റ് പ്ലീസ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷും ഇതും കൂടെ ഇതാകുമ്പോൾ അവർക്ക് മനസ്സിലാവും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നിട്ട് എടുത്തിട്ട് ഞാൻ ഫോട്ടോസ് അവിടെ നിന്ന് കയറിപ്പന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ തലയിൽ കഴിയുന്നത്. പുള്ളി എന്നിട്ട് ചോദിക്കുന്നു പിന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇവിടെ കൊണ്ട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, സാധനം മേടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത് കണ്ടപ്പോൾ പറഞ്ഞു അപ്പോൾ ഓക്കെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇറക്കിക്കൊണ്ട് വേറെ വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു സ്ക്രാച്ച് ഉള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്ക്രാച്ച് അല്ല, മൊത്തം പൊളിഞ്ഞിട്ടിരിക്കുന്നത്, സാധനം ഇറക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സാധനം കണ്ടെയ്നറിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് വെള്ളത്തിലെങ്ങാനും കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ മറ്റേ സംഭവം വെച്ചിട്ട് അങ്ങോട്ട് പൊക്കിയ സമയത്ത് പ്രവറാന്നും പറഞ്ഞിങ്ങനെ പൊടിഞ്ഞു വരണം. അത് കഴിഞ്ഞ് അവിടെ ഇറക്കി വെച്ചു, സംഭവം സൈൻ ചെയ്ത് കയ്യിൽ തന്നു. ഞാൻ നേരെ വണ്ടി എടുത്തു, കമ്പനിയിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു, പരിപാടിയും കഴിച്ചു. നമ്മൾ ഇനി നേരെ സ്പെയിനിലേക്ക് ഇറങ്ങണം. അവിടെ നിന്ന് ലോഡ് എടുത്തിട്ട് നേരെ ബേസിലേക്ക് താഴത്തേക്ക് ഇറങ്ങണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 8:30 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഇപ്പം ഹൈവേയിൽ കയറണം വരെ നമ്മളപ്പോൾ 4:30 എഴുന്നേറ്റ് 5:15 വണ്ടി എടുത്തതാണ്. വണ്ടി എടുത്തു, വരണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാലത്ത് ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു. ഒരു തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നപ്പോഴേക്കും അവർ ഓടി വന്നു പുറത്തേക്ക്. 7:10 എത്തി, 7 മണിക്ക് തുറക്കാം. അവന്മാരപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ എത്തണത്. അപ്പം അതിൻ്റെ പേരിൽ സംഭവങ്ങളൊക്കെ ഇറക്കി ഇനി നൈസായിട്ട് നേരെ സ്പെയിനിലേക്ക്. ഇനി അടുത്ത ലോഡ് എടുക്കുന്നിടത്തേക്ക് നമുക്കൊരു 500 കിലോമീറ്റർ അടുത്തുണ്ട്. 500 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ എടുത്ത് വരും. അതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ അടിക്കണം. എത്ര മണിക്ക് മുമ്പാണാവും എനിക്ക് ലോഡൊക്കെ കയറ്റണം എന്ന് പറഞ്ഞാണ്. 2 മണിക്കാന്ന് തോന്നുന്നു. അവിടെ 3 മണിക്ക് അങ്ങനെ അടയ്ക്കാന്ന് തോന്നുന്നു. എന്തായാലും എഴുതി വിടാം. ഓക്കെ എഴുതിയിട്ടുണ്ട്. അവനോടൊന്ന് നോക്കട്ടെ. അവിടെ എഴുതിയിട്ടുണ്ട്
അതിനകത്ത് എഴുതിയിട്ടുണ്ട് 2 മണിക്കകത്ത്. അതൊന്ന് കഴിയുമ്പോൾ എഴുതി വെച്ചേക്കാം. ഹൈവേയിൽ കയറിയിട്ട് എഴുതാം 2 മണിക്ക് മുമ്പ് എത്തില്ലാന്ന്. അവിടെ 3 മണിക്ക് എങ്ങനെ അടയ്ക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ ലോഡ് മാറ്റാൻ പറ്റും. അപ്പോൾ വേറെ വണ്ടികളുണ്ടെങ്കിൽ ലോഡ് മാറ്റാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ലോഡ് മാറ്റട്ടെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇന്ന് കാലത്ത് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ റൂട്ട്. അതേനെ നമ്മൾ പണി തുടങ്ങണുള്ളൂ. En 7,5 kilómetros mantente a la derecha por la E9. ഇതെന്തിനും ഇങ്ങനെ കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ഇതിലെ കയറി വരണ്ടിരിക്കാനാ. ചില കാറുകളൊക്കെ ഇതിലെ കുത്തി കയറ്റിങ്ങോട്ട് വരും. കാറുകൾ കുത്തി കയറാണ്ടല്ല കുഴപ്പം, ആ സമയത്ത് ട്രക്കുകളും കുത്തി കയറ്റി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടും. കണ്ട ഒരു പുള്ളി സൈഡിൽ നിന്ന് കയറ്റി വന്ന് നോക്കി, വരണവൻ. അവന് ഇവിടെ നോക്കും സ്പേസ് ഉണ്ടോന്നു. ഞാൻ സ്വല്പം സ്പേസ് കിട്ടട്ടുള്ളൂ. ചെറുപ്പക്കാർ കമ്പനി വണ്ടികളൊക്കെയാണെന്ന് വെച്ചാൽ അവർ കൊണ്ട് കയറ്റും. അല്ലാത്ത വണ്ടിക്കാർ വളരെ റെയറാണ്. കാരണം അതിനുള്ള സ്പേസ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ. തൊളോസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കയറണേ. എന്തായാലും ഇവിടെ ഒരു അരമണിക്കൂർ എടുക്കും. ഇപ്പം ഇങ്ങനത്തെ അവസരങ്ങളിൽ ഇതുപോലത്തെ നല്ല ബ്ലോക്കൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വണ്ടിയിൽ റെഡിയാക്കാം. ഒന്നെടുത്ത് വയ്ക്കും, പിന്നീട് മാറ്റി വയ്ക്കും, പിന്നീട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഓരോ സ്റ്റോപ്പൊക്കെ കിട്ടുമ്പോഴും ഇങ്ങനെ നിർത്തി റെഡിയാക്കി മെയിൻ ഹൈവേയിലേക്ക് കയറുമ്പോഴേക്കും ചായ റെഡി ആയിരിക്കും, അല്ലെങ്കിൽ കാപ്പി റെഡി ആയിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. കണ്ട സൈഡിൽ നിന്ന് കുത്തിക്കയറ്റി വന്ന് നോക്കിയാൽ മാറി. ആ സമയത്ത് നമ്മൾ പാരീസ് ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവന്മാർ അതിലെവിടെ പിടയ്ക്കും. ബെൻസ് കാറാണെങ്കിലും എന്താണെങ്കിലും ഒരു വിഷയമില്ല. ബാർസലോണ അതുപോലെ തന്നെ ഒരു രക്ഷയില്ല. എന്ത് വേണ്ട അവന്മാർ കെണ്ണി പോകും. അതുകൊണ്ട് മെയിൻ സിറ്റികളിൽ വലിയ കളി കളിച്ചിട്ട് കാര്യം, നമ്മളെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ ഇടയിൽ കുത്തി കയറ്റും. ഇതെന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളതില്ല. അവന്മാർക്കൊക്കെ സമയത്തിനാണ് വില. ഇപ്പോൾ വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അവിടെ കൊണ്ടിട്ട് അടുത്ത വണ്ടി എടുത്തുകൊണ്ട് പോരും. അത്രയാണ്. ഒരു കാര്യങ്ങൾ ചെയ്യാം, അതായിരിക്കും നല്ലത്.
പറഞ്ഞ റൂട്ട് ഒരു ജാതി പെശക റൂട്ട് പോലെ ഫീൽ ചെയ്യുന്നു. Continúa por N124 1 kilómetro. Continúa 7 kilómetros. Esta ruta evita varios tramos cortados en M30 cerca de Madrid. Vas por la ruta más rápida. Deberías llegar a tu destino a las 8:33 de la tarde. ഞാൻ ചുമ്മാ നമ്മുടെ ഇതടിച്ചു വെച്ച 2:20 64 ഓക്കെ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊരു സംഭവം എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. 7:61 മൊന്തബിജ. അപ്പം ഇതിലേ തന്നെയാണ് നമുക്ക് പോകണ്ട. ആൾക്കാർ സ്ട്രെസ്സൊക്കെ അടിച്ചൊരു പരിവാഹനം ഉണ്ടാവും സത്യത്തിൽ ഈ വഴി ക്രോസ് ചെയ്യുന്ന സമയത്ത്. അമ്പൂർ നാളെ ചുമപ്പലായിട്ട് ഇട്ടാൽ മതി ലൈറ്റ് വഴി കിടക്കണേ, ട്രാഫിക് ജാമും. ഇതായിരുന്നു നമുക്ക് അറിയേണ്ടിയിരുന്നത്. ഞാൻ വിചാരിച്ചത് ഈ റൂട്ടിൽ കൂടെ പോവാന്നായിരുന്നേ. അത് ഹെവി ബ്ലോക്കാണ്. അപ്പോൾ നല്ല കാര്യം. ആ സമയത്ത് സ്കൂട്ടറുകാരൊക്കെ ഉണ്ടെങ്കിൽ 125 cc മേലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് കിടക്കും. കാരണം അവർക്ക് നൈസായിട്ട് സൈഡിൽ കൂടെ അങ്ങോട്ട് പോവാം. അപ്പം അങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ദിവസം. ഹൈവേലപ്പം കയറി കഴിയുമ്പോൾ മാന്യമായിട്ട് നമുക്ക് കമ്പനിയിലേക്ക് വിളിച്ചു പറയാം. അതായിരിക്കും നല്ലത്. Tolosa. ആൾക്കാർ ഇനി ഇതിലെ നൈസായിട്ട് അപ്പുറത്തോളം കയറിയിട്ട് അതിൽ വന്ന് കയറും. അതുപോലെ വന്ന് കയറും. അപ്പം നമ്മുടെ മുമ്പിൽ കാർ ഓടിക്കുന്നത് ഒരു പെങ്കൊച്ചാണ്, അല്ല സോറി ഒരമ്മായിയാണ്. അപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നിർത്തി എല്ലാവർക്കും കൊടുക്കും. മൊബൈലിൽ ഇതൊക്കെ വെച്ചിട്ടാണ് പോണേ പുള്ളി, GPS ഒക്കെ വെച്ചിട്ട്. അവരിങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പേടിപ്പിക്കില്ലേ. അവരിങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് എല്ലാവർക്കും കയറാനുള്ളവർക്കൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ദിവസം. ഇനിയൊരു 3 മിനിറ്റും കൂടെ ഉള്ളൂ ബ്ലോക്ക്. 3 മിനിറ്റിൻ്റെ ബ്ലോക്കാണ് കിടക്കണേ. പക്ഷെ അത് സമയം എടുക്കും അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനായിട്ട്.
കൂട്ടുകാരെ, അപ്പം നമുക്കിനി ബ്ലോക്കിൽ കുറച്ച് നേരം എന്തായാലും കിടക്കേണ്ടി വരും. അപ്പം എന്തായാലും നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാണ്ട് ബ്ലോക്ക് തീരുമെന്ന് തോന്നണില്ലേ. എങ്കിലും തുളസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം എന്ന് മാത്രം. അപ്പം എന്തായാലും ഏറ്റവും നല്ലത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും നല്ലത്. പുള്ളിക്കാരി ഇത് വീണ്ടും സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മുമ്പിലുള്ള പുള്ളി. പിന്നെ നൈസായിട്ട് അപ്പുറത്തോടെ വന്നവർ ഒന്ന് പോണവർ ഒരു ചവിട്ടി വീട്ടിലേക്ക് കയറ്റും. കയറ്റണം. ആ ആ ആ കയറി ഇതാവരും കയറി. വരാത്തവരെ നമ്മൾ വിളിച്ച് കയറ്റും. പുള്ളി വീണ്ടും സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും വരാനില്ല. കീപ് ഡിസ്റ്റൻസ് ഒക്കെ നല്ലതാ, പക്ഷെ ഈ സമയത്തല്ല. അവിടെ അതേ വർക്കും നടക്കുന്നുണ്ട്. തുളസി ബൊച്ചോങ്. ഇവിടെ ബൗച്ചോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കാണെന്ന് അർത്ഥം. കൂടരാ ആണുങ്ങൾക്ക് നമ്മൾ സ്പേസ് കൊടുത്താലുള്ള കാര്യം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിലേ കയറി അവനപ്പുറത്തോടെ കയറിയാണ് പോകും. അതേ സമയത്ത് വേറെ ആണെങ്കിൽ അവിടെ കിടക്കും. ബ്രേക്കൊക്കെ ചവിട്ടി പാട്ടൊക്കെ പാടി വന്നവരെ വിളിച്ചേറ്റി ഇങ്ങനെ പോവും. അതുപോലെ തന്നെ കാരണവന്മാരും ഒരു പണിയില്ലാണ്ട് കാലത്ത് തന്നെ വണ്ടി കൊണ്ടിറങ്ങുന്ന ടീമുകളുണ്ട്. ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10, 60, 70 വയസ്സ് കഴിഞ്ഞ ടീമുകൾ. എന്നിട്ട് അവരിങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. ഇതും ഒരു അമ്മച്ചിയാണ്. ഞാനും വിചാരിച്ച് ട്രക്കുകളുടെ ഇടയിൽ കൂടെ എന്താണോ കുത്തികയറ്റി പോണേ. പുള്ളിക്കാരി എന്നെ പുറകിൽ നോക്കിയാണ് വണ്ടി ഓടിച്ചോണ്ട് പോകണം. അതിൻ്റെ അർത്ഥം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. നമ്മളപ്പോൾ അത് അടുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ പോലെ അവിടെ കിടക്കും. അപ്പം ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൊടുക്കും. പുള്ളി മുമ്പിൽ നോക്കുന്നതിനേക്കാളും കൂടുതൽ ആ കണ്ണാടി കൂടെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കണം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ബ്ലോക്കിൽ കൂടെ ഒക്കെ സാവധാനം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോവാം. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.